ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ സ്കോട്ട്ലൻഡ് വ്ളോഗ് ഡേ 2. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നത് ന്യൂട്ടൺ മോറിലായിരുന്നു. രാത്രി നമ്മളൊരു 1 മണി 2 മണിയൊക്കെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങി വേറെ ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ ഭയങ്കര സൂപ്പർ ടയേർഡായിരുന്നു. നമ്മൾ 13 അവേഴ്സോളം ഡ്രൈവ് ഉണ്ടായിരുന്നു. മൊത്തം ഡ്രൈവ് അല്ല, നമ്മുടെ ബ്രേക്സും എല്ലാം കൂടെ കൂടി ഒരു 13 അവേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ എണീറ്റ് നമുക്ക് ഹോട്ടലിൽ ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ പ്ലാൻ നമ്മൾ ഫോർട്ട് വില്യംസും പിന്നെ ഗ്ലെൻകോയും കാണാൻ വേണ്ടിയാണ്. ഗ്ലെൻകോയിൽ ഹാരി പോട്ടറിൻ്റെ ട്രെയിൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കേബിൾ റൈഡ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 സിസ്റ്റേഴ്സ് വ്യൂ പോയിന്റ്. ഈ മൂന്നുമാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എത്രമാത്രം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം കുഞ്ഞുള്ളതുകൊണ്ട് നമുക്കത്ര സ്മൂത്തായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ നിർത്തി പിന്നെ ചിലപ്പോൾ കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി വേണം നമ്മളൊന്ന് പോകാൻ വേണ്ടി. ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ പോണേ ഗ്ലെൻകോയിൽ നമ്മൾ ഹാരി പോട്ടറുടെ ഗ്ലെൻഫിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടുത്തെ ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളൊരു 30 മിനിറ്റ്സ് മുമ്പ് അവിടെ ചെന്ന് നിൽക്കണം എന്നാണ് ഞാൻ ബ്ലോഗിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. എന്നാലും നമുക്ക് പ്രോപ്പറായ ഒരു വ്യൂ കിട്ടുള്ളൂ. നേരത്തെ നമ്മളവിടെ പോയി നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളിപ്പോൾ ആദ്യം പോണത് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായ നെവിസ് റേഞ്ച് ഗൊണ്ടോളയിലേക്കാണ്. ഗൊണ്ടോള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേബിൾ കാർ എന്നാട്ടോ ഉദ്ദേശിക്കുന്നത്. UK ആകെയുള്ളൊരു മൗണ്ടൻ ഗൊണ്ടോള ഈ നെവിസ് റേഞ്ച് ഗൊണ്ടോളയാണ്. ഇത് 650 മീറ്റേഴ്സാണ് നമുക്ക് മുകളിലേക്ക് മൗണ്ടനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ മൗണ്ടൈൻ്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബെൻ നെവിസ് അതുപോലെ തന്നെ ഗ്രേറ്റ് ലൈൻ ഇതൊക്കെ കാണാൻ പറ്റും. നല്ല സ്റ്റണ്ണിങ് വ്യൂ ആട്ടോ അതിൻ്റെ മുകളിൽ നിന്നാൽ. നമ്മൾ സ്കോട്ട്ലൻഡിൽ കയറിയപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു നേച്ചറിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. നമ്മളിത് ഇവിടെ വെച്ച് നെവിസ് റേഞ്ചിൻ്റെ അങ്ങോട്ടുള്ള റൂട്ടിലേക്ക് നമ്മൾ തിരികെയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ കേബിൾ കാറിൽ കയറാൻ വേണ്ടി വന്നേക്കുവാണ്. ഇതിന് ഗൊണ്ടോള ട്രിപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. നെവിസ് റേഞ്ചിലാണ് ഇതുള്ളത്. ഇതിന് ഒരാൾക്ക് വരുന്നത് 27.50 പൗണ്ടാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേർക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കുട്ടികൾ അലൗഡാണ്. അപ്പം ഞങ്ങൾ എസ്റ്റുനെ ക്യാരിയറിൽ എടുക്കാമെന്ന് ഓർത്ത്, അല്ലെങ്കിൽ പിന്നെ ഈ സമയം കൊണ്ട് എല്ലായിടത്തും ഇറങ്ങാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കിടന്ന് കുതിരി ആകെ സീനാക്കും. അപ്പോൾ നമ്മൾ ക്യാരിയറിൽ അവളെ എടുക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ നമുക്കിനി കയറിയിട്ട് കാണാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോവാണ്. ഇവിടെ നമുക്ക് കാർ പാർക്കിംഗ് ടിക്കറ്റ് നമ്മൾ പേ ചെയ്യുന്നത് ഇവിടെയായിട്ടാണ് കേട്ടോ. ഇപ്പം നമുക്കിവിടെ ഒരു ATM ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് കേട്ടോ അത്. ഇവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇവിടെ കേബിൾ കാർസ് വരുന്ന നമുക്കാണ്. ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. ആകെയുള്ളൊരു പ്രോബ്ലം, നമ്മളിത് മൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിവിടെ കയറിയിരിക്കണം. അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇത് ബേബി ഫ്രണ്ട്ലി ആണ്. നമ്മൾ ടോപ്പിലെത്തുന്നവരെ എസ്തു ഓക്കെ ആയിരുന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മൗണ്ടനിൽ ആൾക്കാർ സൈക്ലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ സൈക്കിൾ റാലിയൊക്കെ അതിനുള്ള പ്രാക്ടീസിങ് ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ രസം തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ നേരിട്ട് കാണുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ച് കേബിൾ കാറിൽ നമ്മൾ താഴെ ഇറങ്ങും. ഇതുപോലെ തന്നെ നമ്മൾ കയറിയ പോലെ തന്നെയാണ് കേബിൾ കാർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഇറങ്ങണം. നമുക്ക് 4 മണി വരെയാണ് ഇവിടെ ടൈം ഉള്ളത്. 4 മണിയാകുമ്പോൾ നമ്മളെല്ലാവരും മുകളിലുള്ളവരും താഴേക്ക് എത്തണം. ലാസ്റ്റ് കൊണ്ടോല പോകുന്നത് 4 മണിക്കാണ്. നമ്മൾ പോയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഹാരി പോട്ടറിൻ്റെ ട്രെയിൻ കാണാൻ പോകേണ്ടതുകൊണ്ട് നമ്മളിവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല കാറ്റുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ കുറച്ച് മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ മൗണ്ടൻ്റെ പീക്കിലെത്താൻ പറ്റും. അവിടെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് വോക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ താഴേക്ക് പോയി. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മൾ ഹാരി പോട്ടർ ട്രെയിൻ കാണാനാണ് പോകുന്നത്. പക്ഷെ ശരിക്കും ഇത് പോകേണ്ടത് നമ്മൾ ഹാരി പോട്ടർ ട്രെയിൻ ആദ്യം കാണാൻ പോയിട്ട് പിന്നെ നമ്മളിവിടെ വരുവാണ് വേണ്ടത്.
നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്, ബോംബെ ബൈസൈക്കിൾ ക്ലബ്ബ്. നമ്മളിവിടുന്ന് ലസ്സി കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല, അത്ര ഹൈജീനിക് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഹാരി പോട്ടറിൻ്റെ ട്രെയിൻ കാണാൻ വേണ്ടിയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ഇതിൻ്റെ മൂവീസ് ഒരെണ്ണം പോലും വിടാതെ മൊത്തം കണ്ട ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഹസ്ബൻഡ് ആക്ച്വലി ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇവിടെ പാർക്കിംഗ് സ്പേസ് കിട്ടാൻ നല്ല പാടാണ്, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇവിടെ എത്തേണ്ടതാണ്. പാർക്കിംഗ് സ്പേസ് കിട്ടാത്തതുകൊണ്ടാണ് മെയിലിൽ ഞാൻ തനിയെ പോയി വീഡിയോ എടുത്ത് തിരിച്ചു വന്നത്. ഇതിൻ്റെ ശരിക്കുള്ളൊരു വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ കാർ പാർക്കിൽ നിന്ന് ഒരു 10 to 20 മിനിറ്റ്സ് നമ്മൾ ടോപ്പിലേക്ക് നമ്മൾ കയറണം. അവിടെ നിന്ന് ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ശരിക്കുള്ളത്. പക്ഷെ ഞങ്ങൾ ആക്ച്വലി ചെന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ താഴെ നിന്നാണ് കേട്ടോ കണ്ടത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മുകളിൽ ആൾക്കാർ നിൽക്കുന്നതൊക്കെ എങ്ങനെയാണ്. നന്നായിട്ട് മുമ്പിലോട്ട് കയറി പോയാൽ മാത്രമേ നമുക്ക് അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു വ്യൂ കിട്ടുള്ളൂ, മൂവിയിൽ കാണുന്നത് പോലെ. ഞാൻ ആക്ച്വലി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ഞങ്ങൾക്ക് 2 ടൈമിങ്ങാണ് കിട്ടിയത്. ഒന്ന് 10:45 പിന്നെ ഒന്ന് 1:20 ആയിരുന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോൾ 3:30 ഒരു ടൈമിംഗ് ഉണ്ട്. ടൈമിംഗ് എന്തായാലും ഞങ്ങൾക്ക് അത്ര ക്ലിയർ ആയിരുന്നില്ല. നമ്മൾ ഗൊണ്ടോലയിൽ നിന്ന് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഇവിടെ എത്തില്ലെന്നാണ് വിചാരിച്ചത്, കാരണം ഓൾറെഡി 3:10 ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടോപ്പിൽ എത്ര 20 മിനിറ്റ്സ് എടുക്കുമെന്ന് ഞാൻ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിവേ എന്നെ ഇവിടെ കാർ പാർക്കിൽ ഇറക്കി വിട്ടിട്ട് ഞാൻ വേഗം അങ്ങോട്ട് മുമ്പോട്ട് ഓടിപ്പോവുക ചെയ്തത്. ഞാനവിടെ ചെന്ന് നിന്നൊരു 3:35 ഒക്കെ ആയപ്പോഴാണ് ആക്ച്വലി ഇത് ട്രെയിൻ പാസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് കാണാം ഇതിന് മുകളിൽ ആൾക്കാർ നിൽക്കുന്നത്. ഈ ട്രെയിൻ പോകുന്നത് ഗ്ലെൻഫിനാൻ വയഡക്റ്റിൽ കൂടെ കേട്ടോ. അപ്പം നമ്മളുടെ ട്രെയിൻ പാസ് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ കാറിലേക്ക് തിരിച്ചു പോവുകയാണ്. പോകും വഴി ഞാൻ കണ്ട ഒരു ക്രൂയിസിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടോ ഞാൻ കാണിക്കുന്നത്. ഇനി നമ്മുടെ 3rd ആൻഡ് ലാസ്റ്റ് സ്റ്റോപ്പായ 3 സിസ്റ്റേഴ്സ് ഓഫ് ഗ്ലെൻകോയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടുള്ള ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പറയാൻ വയ്യ, അത്രമാത്രം രസമായിട്ടോ കാണാൻ വേണ്ടി. ഈ മലകളുടെ ഇടയിലൂടെ ഇങ്ങനെ അങ്ങ് പോവുകയാണ് നമ്മൾ. ഇതിൻ്റെ പേര് എന്തുകൊണ്ട് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ 3 മൗണ്ടൈൻസോ മറ്റോ ഇവിടെ ഇങ്ങനെ കൂടി ചേരുന്നതുകൊണ്ടാണ് ഈ പേര് വരുന്നത്. ഇത് ആക്ച്വലി ഒരു പൊയറ്റിക് വേയിലാണ് ഇതിനെ 3 സിസ്റ്റേഴ്സ് ഓഫ് ഗ്ലെൻകോയ് എന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ സ്കോട്ട്ലൻഡിൽ പോകണം, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു യാത്രയാണ് കേട്ടോ ഈ റൂട്ടിലൂടെ ഉള്ളത്. നമ്മളീ പോകുമ്പോഴും നമ്മളിവിടെ ഒരു വാട്ടർഫോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാട്ടർഫോളിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. ആ വാട്ടർഫോളിൻ്റെ ഈ സൈഡിൽ കൂടെ, ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ സൈഡിൽ കൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റും. താഴെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ. പക്ഷേ നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അമ്മയ്ക്ക് താഴേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ മുകളിൽ നിന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോന്നു. പക്ഷേ ഈ കാണുന്ന ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്കിത് താഴേക്ക് ഇറങ്ങാൻ പറ്റും.
സ്കോട്ട്ലൻഡ് ട്രിപ്പ് പ്രമാണിച്ച് ഞാനൊരു ഡ്രോണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ടെസ്റ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ആക്ച്വലി ഓട്ടോ മോഡൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് തനിയൊക്കെ ഉണ്ട്, ആരും വീഡിയോ എടുത്തൊന്നും തരാനില്ലെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ടിങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിങ്ങനെ കൈ കാണിച്ചാൽ മതി, ഇത് നമ്മുടെ കയ്യിൽ വന്നിങ്ങനെ ലാൻഡ് ചെയ്യും. നമുക്കതിന് പ്രത്യേകിച്ച് കൺട്രോളറൊന്നും വേണ്ട. പക്ഷേ ഇതിൻ്റെ കൂടെ ഞാൻ വാങ്ങിയപ്പോൾ കൺട്രോളറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ Day 2 വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ ടോട്ടൽ 5 days ആയിരുന്നു ഉണ്ടായിരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.